കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ദേവി നാരായണീ നമോസ്തുതേ. 11ാമത്തെ അധ്യായത്തിലെത്തിയിരിക്കുകയാണ് നമ്മൾ. ഓരോ ദേശത്തെ ആരാധനാമൂർത്തിയും സേവകരും. കിംപുരുഷ വർഷത്തിന് തെക്ക് ഭാഗത്തായി ഭാരതവർഷം സ്ഥിതി ചെയ്യുന്നു. ഇവിടെ ഭഗവാൻ നാരായണൻ എന്ന പേരിൽ ആത്മോപാസകന്മാരോടുള്ള അനുകമ്പ കൊണ്ട് കൽപ്പകാലം വരെ നീണ്ടു നിൽക്കുന്ന തപസ് ആരംഭിച്ചു. ഗംഭീരമായൊരു തപസ് ആരംഭിച്ചു. ഇവിടെ അങ്ങ് നാരദ മഹർഷി വർണ്ണാശ്രമികളോടുകൂടി സാംഖ്യയോഗം എന്നീ മാർഗങ്ങളിൽ കൂടി ഭഗവാൻ ആരാധിക്കുന്നു. അപ്പൊ നാരദനെ ഏത് പ്രകാരം സ്തുതിക്കുന്നു എന്ന് വെച്ചാല്, ഓം ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും അടക്കുന്നവനും ആത്മാവല്ലാത്ത ദേഹത്തിൽ താനെന്ന ഭാവമില്ലാത്തവനും എല്ലാം ത്യജിച്ചവരുടെ ധനമായിരിക്കുന്നവനും ഋഷികളിൽ ശ്രേഷ്ഠനും ആത്മാരാമനും പരമഹംസന്മാരുടെ ഗുരുവും നരനാരായണ സ്വരൂപിയുമായ അങ്ങേക്ക് നമസ്കാരം. ഇതാണ് സ്തുതി. സൃഷ്ടിയാദി കർമ്മങ്ങളുടെ കർത്താവാണ്. എന്നാലും ഭഗവാൻ അതിൽ ബന്ധനാകുന്നില്ല. ശരീരത്തിൽ ജീവസ്വരൂപേണ വർത്തിക്കുന്നുവെങ്കിലും ശാരീരിക പീഡകൾ അങ്ങയെ ബാധിക്കുന്നില്ല. എല്ലാത്തിനും സാക്ഷിയായി ഇരിക്കുന്നുവെങ്കിലും ദൃശ്യങ്ങളാൽ അവിടുത്തെ ജ്ഞാനം നശിക്കുന്നില്ല. അനാസക്തനും സാക്ഷിയും സർവനിയന്താവുമായ അങ്ങയ്ക്ക് നമസ്കാരം. അവസാന കാലത്ത് നാരായണ സ്മൃതി ഉണ്ടാവണം. അതുമാത്രം പോരാ, ഭാര്യാപുത്രന്മാർ എന്നിവരിൽ ആസക്തി പുലർത്തി ശരീരത്തിന്റെ നാശം തൻ്റേതെന്ന് അഭിമാനിക്കുന്നവൻ എത്ര വലിയ വിദ്വാനാണ്, കായക്ലേശം മാത്രമാണെന്ന് പറയുന്നു. ഈ ഭാരതത്തിൽ ധാരാളം പർവ്വതങ്ങളും നദികളും ഉണ്ടല്ലോ. പ്രധാന പർവ്വതങ്ങള് മലയം, മംഗളപ്രസ്ഥം, മൈനാകം, ത്രികൂടം, ഋഷഭം, കുടകം, കൊല്ലകം, സഖ്യം, മഹേന്ദ്രം, ദേവഗിരി, ഋഷ്യമൂകം, ശ്രീശൈലം, വെങ്കടം, വാരിധാരം, വിന്ധ്യൻ, ശുക്രിമാൻ, ഋക്ഷഗിരി, പാരിയാത്രം, ദ്രോണം, ചിത്രകൂടം, ഗോവർദ്ധനം, രൈവതം, കകുഭം, നീലം, ഇന്ദ്രകീലം, ഗൗരമുഖം, കാമഗിരി. ഇതാണ് പർവ്വതങ്ങളെല്ലാം ആയില്ല, പ്രധാനപ്പെട്ട പർവ്വതങ്ങൾ. അതുപോലെ പ്രധാനപ്പെട്ട നദികളുടെ പേരും പറയാം. ചന്ദ്രവാര, താമ്രപർണി, കൃതമാല, വടോദക, കാവേരി, വൈഹായസി, വേണി, ഭീമരഥി, ഗോദാവരി, നിർവിന്ധ്യ, പയോഷ്ണി, താപി, രേവ, സുരസ, നർമ്മദ, ചർമ്മൺനദി, സിന്ധു, അന്ധം, ശോണം, മഹാനദി, വേദസ്മൃതി, ഋഷികുല്യ, ത്രിസാമ, കൗശികി, മന്ദാകിനി, യമുന, സരസ്വതി, ദൃഷവതി, സരയു, ഗോമതി, രോധവതി, സപ്തവതി, സുഷോമ, ശതദ്രു, ചന്ദ്രഭാഗ, മരുദ്രധ, വിദഗ്ധ, അസിഗ്നി, വിശ്വ എന്നിവയാണ്. ഭാരതവർഷത്തിൽ ജനിച്ചവർക്ക് സത്വരജ തമോ ഗുണങ്ങളുടെ ഫലമായി ദേവലോകം, മനുഷ്യലോകം, നരകലോകം എന്നിവ ലഭിക്കുന്നു. നിഷ്കാമമായി ഭജിക്കുന്നവർക്ക് മോക്ഷവും കിട്ടും. സത്സംഗം കൊണ്ടേ ഭക്തി ഉണ്ടാവുകയുള്ളൂ. മഹാപുരുഷന്മാരോടുള്ള സത്സംഗം ഭാരതത്തിൽ സുലഭമാണ്. ഭാരതഭൂമിയുടെ മാഹാത്മ്യം ദേവന്മാർ ഇപ്രകാരം പറയുന്നു. ഭഗവാന്റെ ഗീതങ്ങളും കഥകളും ധാരാളം കേൾക്കാൻ സാധിക്കുന്ന സ്ഥലമാണ് ഭാരതം. അവര് പറയുന്നു, ദേവന്മാര്, ഭാരതത്തിൽ ജന്മം കിട്ടിയ നമ്മൾ ഭാഗ്യവാന്മാരാണ്. അത് ദേവന്മാര് പറയുന്നല്ല, നമ്മൾ പറയുന്നത്. ഇവിടെ ഒരു പുൽക്കൊടിയായെങ്കിലും ജനിക്കുവാൻ ദേവന്മാർ പോലും ആഗ്രഹിക്കുന്നു. ഭഗവാനെ ആരാധിക്കുവാനുള്ള ജന്മം കിട്ടിയിട്ടും മോക്ഷപ്രാപ്തിക്ക് ശ്രമിക്കുന്നില്ലെങ്കിൽ അവൻ വേടന്റെ വലയിൽപ്പെട്ട പക്ഷി വീണ്ടും അതേ സ്ഥാനത്ത് ചെന്ന് ബന്ധനത്തിൽ പെടാൻ ഇടയുള്ളത് പോലെയാണ്. ഭാരതത്തിൽ പിറന്നിട്ടും മായാബദ്ധരായി കഴിയുന്നു എന്ന് സാരം. ഭാരതഭൂമിയിലെ മനുഷ്യൻ യജ്ഞങ്ങൾ മന്ത്രങ്ങളോട് ഉച്ചരിച്ച് പല ദേവകൾക്കും ഹവിസ് അർപ്പിക്കുന്ന സമയത്ത് പരിപൂർണനും സർവ അഭിഷ്ടപ്രദനുമായ ഭഗവാൻ ആ ഹവിസിനെ സ്വീകരിക്കുന്നു. ആർക്ക് ഏത് ദേവന് വേണ്ടി ഹവിസ് അർപ്പിച്ചാലും ഒക്കെ ഭഗവാൻ തന്നെ സ്വീകരിക്കുന്നു. അകാമനായ ഭക്തന് ഭഗവാൻ ചോദിച്ചതിന് മാത്രം കൊടുക്കുന്നു. എന്നാൽ ഒരു കാമനയും ഇല്ലാതെ ഭജിക്കുന്ന ഭക്തന് ഭഗവാൻ മുക്തിയെയും ഭക്തിയെയും കൊടുക്കുന്നു. മാത്രമല്ല തന്നെയും കൊടുക്കുന്നു. പോരെ, ഇതിലധികം എന്ത് വേണം? സ്വർഗാനുഭവത്തിന് ശേഷം പുണ്യം വല്ലതും ബാക്കിയുണ്ടെങ്കിൽ ഭാരതത്തിൽ ജനിക്കണേ എന്ന് പ്രാർത്ഥിക്കാം. ഇപ്രകാരം ദേവന്മാരും ഋഷീശ്വരന്മാരും ഭാരതത്തിന്റെ മാഹാത്മ്യം വാഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. ജംബുദ്വീപിന് ഉപദ്വീപുകളായി 8 ഉണ്ട്.
സകരപുത്രന്മാർ ആകാശത്തെ അന്വേഷിച്ച് നടക്കുമ്പോൾ ഭൂമിയുടെ ചുറ്റും കുഴിച്ചിരുന്നു. അങ്ങനെയാണ് 8 ദ്വീപുകൾ ഉണ്ടായത്. അതിന്റെ പേര് പറയാം: സ്വർണപ്രസ്ഥം, ചന്ദ്രശുക്ലം, ആവർത്തനം, രമണകം, മന്ദരഹരിണം, പാഞ്ചജന്യം, സിംഹളം, ലങ്ക എന്നിങ്ങനെയാണ് ആ ദ്വീപുകളുടെ പേര്. നാരദ, ഉപദ്വീപുകളെ പറ്റി ഞാൻ പറഞ്ഞു തന്നു. ഇനി പ്ലക്ഷാദികളായ ദ്വീപുകളെ പറ്റി വിസ്തരിച്ച് പറഞ്ഞു തരാം. കേട്ടോളൂ കേട്ടോ, പേടിക്കണ്ട, ഞാൻ പറഞ്ഞു തരാം. ദേവർഷേ, ഇനി പ്ലക്ഷാദി ദ്വീപുകളുടെ വിസ്താരവും കിടപ്പും പറഞ്ഞു തരാം. ജംബുദ്വീപിന്റെ വിസ്താരം 1,00,000 യോജനയാണ്. അതിനു ചുറ്റുമുള്ള ഉപ്പ് സമുദ്രത്തിനും അതേ വലിപ്പമാണ്. ജംബുദ്വീപിനേക്കാൾ 2 ഇരട്ടി വലിപ്പമുണ്ട് പ്ലക്ഷദ്വീപിന്. പ്ലക്ഷം എന്ന് പേരുള്ള ഒരു വലിയ വൃക്ഷമുണ്ട് അവിടെ. അതുകൊണ്ടാണ് കേട്ടോ അതിന് ആ പേര് വന്നത്. ഈ വൃക്ഷം സ്വർണ്ണ നിറമാണ്. 7 ജ്വാലകളോട് കൂടിയ അഗ്നി ഈ വൃക്ഷത്തിൽ വസിക്കുന്നത് കൊണ്ടാണ് ഇതിന് സ്വർണ്ണ നിറം കിട്ടിയത്. ഈ ദ്വീപിന്റെ അധിപതി പ്രിയവ്രതന്റെ മകനായ യുദ്ധമജുഹ്വനാണ്. അദ്ദേഹം ആ ദ്വീപിനെ 7ആയി ഭാഗിച്ച് തന്റെ 7 മക്കൾക്ക് നൽകി. ആര്? പ്രിയവ്രതപുത്രനായ യുദ്ധമജുഹ്വൻ. ആത്മയോഗത്തെ സ്വീകരിച്ച് അദ്ദേഹം ദേഹം ത്യജിച്ച് ഭഗവാന് വിലയം പ്രാപിച്ചു. ഈ പ്ലക്ഷദ്വീപിലെ വർഷങ്ങളുടെ പേര് ഇപ്രകാരമാണ്: ശിവം, യവസം, സുഭദ്രം, ശാന്തം, ക്ഷേമം, അമൃതം, അഭയം. ഇവിടെ നദികളും പർവ്വതങ്ങളും 7 തന്നെ. മണികൂടം, വജ്രകൂടം, ഇന്ദ്രസേനം, ജ്യോതിഷ്മൻ, ഹിരണ്യക്ഷീവം, മേഘമാല, സുവർണം എന്നിവയാണ് പർവ്വതങ്ങൾ. നദികളാവട്ടെ അരുണ, നൃമ്ണ, ആംഗിരസി, സാവിത്രി, സുപ്രഭാത, ഋതംഭര, സത്യംഭര എന്നിവയാണ്. ഈ നദികളിൽ സ്നാനം ചെയ്യുന്ന നാട്ടുകാർ രജോ ഗുണവും തമോ ഗുണവും നശിച്ച സത്വഗുണപ്രധാനികളാണ്. ഇവിടെ 4 വർണ്ണങ്ങളുണ്ട്: ഹംസൻ, പതങ്കൻ, ഊർധ്വായനൻ, സത്യാംഗൻ എന്നിങ്ങനെയാണ് അവരെ പറയുന്നത്. അവർ സഹസ്ര സംവത്സരം 1000 വർഷം ജീവിച്ചു. സുന്ദരാകൃതിയുള്ളവരും ആത്മജ്ഞാനമുള്ളവരുമാണ്. അവർ വേദമന്ത്രങ്ങളെ സൂര്യദേവൻ ആരാധിച്ചു പോന്നു. അവർ ഈ മന്ത്രം കൊണ്ട് ഭഗവാൻ ആരാധിച്ചു പോന്നു. ഏതാ മന്ത്രം? ലോകത്തെ പ്രകാശിപ്പിക്കുന്ന പരമപുരുഷൻ ഭഗവാൻ വിഷ്ണു തന്നെയാണ്. എല്ലാ കർമ്മങ്ങളുടെയും വേദങ്ങളുടെയും അധിഷ്ഠാന ദേവതയാണ് സൂര്യദേവൻ. ആ ദേവനെ ഞങ്ങൾ ശരണം പ്രാപിക്കുന്നു. വൃക്ഷാദികളായ 5 ദ്വീപിലുമുള്ളവർ തേജസ്, ഓജസ്, ആയുസ്, ബലം, ബുദ്ധി എന്നീ ഗുണങ്ങളോട് കൂടിയവയാണ്. നാരദ, ശാൽമലം 4,00,000 യോജന വിസ്താരമുള്ളതാണ് കേട്ടോ, ചെറുതൊന്നുമല്ല. അതിനെ ചുറ്റി ഒഴുകുന്ന സുരോധ സമുദ്രവും അത്ര തന്നെ വലിപ്പമുള്ളതാണ്. ശാൽമലത്തിൽ ലീലവം എന്നൊരു വൃക്ഷമുണ്ട്. അതിന്റെ ശിഖരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന ഛന്ദസ്സുകൾ സാക്ഷാൽ ഭഗവാനെ സ്തുതിക്കുന്നതിന് ഗരുഡൻ ഈ വൃക്ഷത്തിൽ താമസിക്കുന്നു. ഈ ദ്വീപിന്റെ അധിപൻ പ്രിയവ്രതപുത്രനായ യജ്ഞബാഹു ആണ്. അദ്ദേഹവും തന്റെ ദ്വീപ് 7 മക്കൾക്കായി വിരിച്ചു കൊടുത്തു. അതിനുശേഷം വനാന്തരത്തിലേക്ക് അദ്ദേഹം തപസ്സിന് പോയി. ആ ദ്വീപുകളുടെ പേര് പുത്രന്മാരുടെ പേര് ഒന്ന് തന്നെ, പിന്നെ പ്രത്യേകിച്ച് പറയാനില്ലല്ലോ. ആ ദ്വീപുകളുടെ പേര് സുരോചനൻ, സൗമനസ്, രമണകം, ദേവവർഷം, പാരിഭദ്രം, ആപ്യായനം, അവിജ്ഞാതം എന്നിവയാണ്. ഇവിടെയും പർവ്വതങ്ങളും നദികളും 7 തന്നെയാണ്. പർവ്വതങ്ങളുടെ പേര് ശതശൃംഗം, സരസം, കന്ദകം, വാമദേവം, പുഷ്പവർഷം, കുമുദം, സഹസ്രശ്രുതി എന്നിവയാണ്. നദികളാണെങ്കിലോ നന്ദാരാഗ, അനുമതി, സീനിവാലി, സരസ്വതി, കൂഹു, രജനി എന്നിവകളാണ്. ആ വർഷത്തിൽ വസിക്കുന്നവർ വർഷഭന്മാർ, ശ്രുതധരർ, വസുന്ധരർ, ഇഷന്ധരർ എന്നീ പ്രകാരമാണ്. ദേവസ്വരൂപനും ഭഗവാനുമായ ചന്ദ്രനെ വേദമന്ത്രങ്ങളാൽ പൂജിക്കുന്നു. മന്ത്രം എങ്ങനെ വെച്ചാൽ, കറുത്ത പക്ഷത്തിൽ പിതൃക്കൾക്കും വെളുത്ത പക്ഷത്തിൽ ദേവന്മാർക്കും സകല പ്രജകൾക്കും അന്നം വിഭജിച്ചു കൊടുക്കുന്ന ചന്ദ്രൻ ഞങ്ങൾക്ക് മംഗളം തരട്ടെ എന്നാണ് മന്ത്രം. ഇപ്രകാരം സുരാസമുദ്രം കഴിഞ്ഞാൽ അതിന്റെ ബഹിർഭാഗത്ത് 8,00,000 യോജന വിസ്താരമുള്ള കുശദ്വീപാണ്. ഈ ദ്വീപിനെ ചുറ്റി അത്ര തന്നെ വിസ്താരമുള്ള ഘൃതസമുദ്രം ഒഴുകുന്നു. ഈ ദ്വീപിന്റെ അധിപതി പ്രിയവ്രതന്റെ പുത്രനായ ഹിരണ്യരേതസ്സാണ്. ഈ ദ്വീപുകളുടെ പേര് വസു, വസുദാനൻ, ദൃഢരുചി, നാഭീഗോപതൻ, വിവിക്തൻ, വാമദേവൻ, സ്തുത്യവ്രതൻ എന്നാണ്. മക്കളുടെ പേരും ഇത് തന്നെ. അദ്ദേഹം തന്റെ ദ്വീപ് 7 മക്കൾക്കായി വിഭജിച്ചു കൊടുത്ത് ജ്യേഷ്ഠന്മാരുടെ വഴി തിരഞ്ഞെടുത്ത് വനത്തിലേക്ക് യാത്രയായി. കുശദ്വീപിലെ പർവ്വതങ്ങളുടെ പേര് ചതുശൃംഗം, കപിലം, ചക്രം, ചിത്രകൂടം,
ദേവാനീകം, ദ്രവിണം, ഊർധ്വരോമാവ എന്നിവയാണ്. നദികളുടെ പേരാവട്ടെ ദേവഗർഭ, മിത്രവിന്ദ, ശ്രുതവിന്ദ, രസകുല്യ, മധുകുല്യ, മന്ദമാല, ഘൃതച്യുത എന്നിവയാണ്. ഈ നദികളുടെ സമ്പർക്കം കൊണ്ട് പരിശുദ്ധരായവരാണ് കുശലൻ, കോവിദൻ, കോവിഭൻ, പുളകൻ, അഭിയുക്തൻ തുടങ്ങിയ ജാതിക്കാര്. ദേവന്മാർക്ക് തുല്യരും സർവജ്ഞരുമായ അവർ അഗ്നിസ്വരൂപനായ ഭഗവാനെ സേവിക്കുന്നു. അവരുടെ സ്തുതി ഇങ്ങനെയാണ്: ഓം അഗ്നിസ്വരൂപനായിരിക്കുന്ന ഭഗവാനെ, അങ്ങക്ക് നമസ്കാരം. അങ്ങ് ഹവ്യപാട് ആകുന്നു. പരമപുരുഷന്റെ അംശഭൂതന്മാരായ ദേവകൾക്ക് ഞങ്ങൾ ഹവിസർപ്പിക്കുമ്പോൾ ആ ഹവ്യത്തെ കൊണ്ട് പരമപുരുഷനെ തൃപ്തിപ്പെടുത്തുക എന്നാണ് ആ മന്ത്രത്തിന്റെ അർത്ഥം, സാരം എന്ന് പറയുന്നത്. അങ്ങനെ ഈ ദീപാന്തര വർണ്ണനയും കൂടി നമ്മൾ ഭഗവത്പാദങ്ങളിൽ സമർപ്പിച്ചു. നാളെ മറ്റു ദ്വീപുകളുടെ വർണ്ണനയാണ് പറയേണ്ടത്. നമുക്ക് നാളെ പറയാം.